വ്യാജവാറ്റിനെ എതിർത്ത മകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനെ കോടതി ജീവപര്യന്തം കഠിന തടവിനും 1,00,000 രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചു. പയ്യാവൂർ ഉപ്പ് പടന്നയിലെ തേരകത്തങ്ങാടിയിൽ വീട്ടിൽ സജിയെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി ഫിലിപ്പ് തോമസ് ശിക്ഷിച്ചത്. പിഴയടയ്ക്കുന്നില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കണം. പിഴയടച്ചാൽ തുക അമ്മ സിൽജയ്ക്ക് നൽകണം. ഇരകൾക്കുള്ള നഷ്ടപരിഹാരത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്ക് പയ്യാവൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്. ബൈക്ക് വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്ന തുക അമ്മയ്ക്ക് നൽകണം. സംഭവശേഷം പ്രതി ബൈക്കെടുത്താണ് വീട്ടിൽ നിന്നിറങ്ങിയത്. പ്രതിക്ക് ജാമ്യം ലഭിക്കാത്തതിനാൽ ബൈക്ക് സ്റ്റേഷനിലാണുള്ളത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വാദം കേട്ട കോടതി വൈകിട്ടാണ് ശിക്ഷ വിധിച്ചത്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ശിക്ഷാവിധിയെക്കുറിച്ച് ജഡ്ജ് ചോദിച്ചപ്പോൾ പ്രായമായ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂവെന്ന് പ്രതി പറഞ്ഞു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ, കെ.ബി. ബിനീഷ എന്നിവർ ഹാജരായി. പ്രതി കുറ്റക്കാരനാണെന്ന് വെള്ളിയാഴ്ച കോടതി കണ്ടെത്തി. 19 വയസ്സുള്ള മകൻ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഭാര്യ സിൽജ വിദേശത്തായതിനാൽ സജിയും മക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. 2020 ഓഗസ്റ്റ് 15 വൈകിട്ട് വീട്ടിലെ ഡൈനിങ് ഹാളിൽ മൊബൈൽ ഫോൺ നോക്കുകയായിരുന്ന ഷാരോണിനെ പ്രതി പിന്നിൽ നിന്ന് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഓഗസ്റ്റ് 14 പ്രതി വീട്ടിൽ നാടൻ ചാരായം വാറ്റുന്നത് ഷാരോൺ തടഞ്ഞു. ഇത് വാക്കുതർക്കത്തിനിടയാക്കി. കയ്യാങ്കളിയിൽ പ്രതിക്ക് ഇടത് കണ്ണിൻ്റെ പുരികത്തിന് പരിക്കേറ്റു. ഇറ്റലിയിൽ നഴ്സായ ജോലി ചെയ്യുന്ന ഭാര്യ പ്രതിയുടെ പേരിലാണ് പണം അയച്ചിരുന്നത്. മദ്യപിച്ച് പ്രതി പണം തീർക്കുന്നതിനാൽ ഷാരോണിൻ്റെ പേരിൽ അയക്കാൻ തുടങ്ങിയതും വിരോധത്തിന് കാരണമായി. പരിക്കേറ്റ ഷാരോണിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വ്യാജവാറ്റിനെ എതിർത്തതുമൂലം പ്രതി കൊല നടത്തിയെന്നാണ് പ്രോസിക്യൂഷനും. മദ്യപാനിയായ പ്രതി മദ്യം ലഭിക്കാത്ത മാനസികാവസ്ഥയിൽ ചെയ്തതാണെന്ന് പ്രതിഭാഗവും വാദിച്ചു. സിൽജയുടെ സഹോദരൻ മാത്യു എന്ന ബേബിയുടെ പരാതിയിലാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. മകനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതിയിൽ ഹാജരായ പ്രതി സജിക്ക് ഒരു കുറ്റബോധവുമില്ല. ജീവപര്യന്തം ശിക്ഷാവിധി വന്ന ശേഷവും വലിയ മാറ്റമുണ്ടായില്ല. ശിക്ഷാവിധിയറിയാൻ ബന്ധുക്കൾ പലരും എത്തി. അവർ പ്രതിയുടെ സമീപത്തേക്ക് പോയതേയില്ല. കൊല്ലപ്പെട്ട ഷാരോണിൻ്റെ അനുജൻ ഷാർലറ്റാണ് കേസിലെ പ്രധാന സാക്ഷി. പ്രതി പുറത്തിറങ്ങിയാൽ കൊല്ലാൻ സാധ്യതയുള്ളതിനാൽ പേടിയുള്ളതായി ഷാർലറ്റ് മജിസ്ട്രേറ്റ് മുൻപാകെ സംഭവശേഷം മൊഴി നൽകി. അതുപ്രകാരം ഷാർലറ്റിന് സംരക്ഷണം നൽകാൻ കോടതി പയ്യാവൂർ പോലീസിന് നിർദ്ദേശം നൽകി. അതോടെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പ്രതിക്ക് ജാമ്യം ലഭിച്ചില്ല. വിചാരണ സമയത്തും പ്രതി റിമാൻഡിലായിരുന്നു. പപ്പ എന്തിനാണ് എന്നെ കുത്തിയതെന്നാണ് പിതാവിൻ്റെ കുത്തേറ്റ ഷാരോൺ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അനുജൻ ഷാർലറ്റിനോട് ചോദിച്ചത്. മകനെ മറ്റൊരു മകൻ്റെ മുന്നിലിട്ട് വീട്ടിൽ കൊലപ്പെടുത്തിയ മൃഗീയമായ മാനസികാവസ്ഥയുള്ള പ്രതിക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ഇല്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമുണ്ടാകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ വാദിച്ചു. സംഭവസമയത്ത് +2 കഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഷാരോൺ. കേസിലെ 1ാം സാക്ഷിയായി വിസ്തരിക്കപ്പെട്ട ഷാർലറ്റ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയും. കുത്തേറ്റ ഷാരോൺ മുറ്റത്തു വീണു. കുത്തിയ കത്തി പ്രതി കഴുകി. ബൈക്കെടുത്ത് പുറത്തേക്ക് പോകുന്നതിനിടയിൽ തേരകത്തിനാടിയിൽ സജിയോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് പറഞ്ഞാണ് പോയത്. ഷാർലറ്റും അമ്മ സിൽജയും ഇപ്പോൾ വിദേശത്താണ് താമസം.